പൊതു ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ പ്രതിഷേധിച്ച് കിടങ്ങൂരിൽ LDF കൂട്ടായ്മ സംഘടിപ്പിച്ചു. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ കോൺഗ്രസ് BJP സംഘടനകൾ നടത്തുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് CS സുജാത പറഞ്ഞു. ഈ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടത്തുന്ന കാര്യത്തിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത ആളുകളാണ് ഡോക്ടർ ജയകുമാർ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ സംഭവത്തെ സംബന്ധിച്ചുകൂടെ പറഞ്ഞു. കാരണം നിർമ്മാണം കഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ കെട്ടിടമുണ്ട്, 635 കോടി രൂപയുടെ, ആകെ 750 കോടിയുടെ വികസനം നടന്നു വരുന്നത് ഇപ്പൊ തന്നെ. ആ വലിയ കെട്ടിടം അതിലേക്ക് പ്രവർത്തനം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. അടഞ്ഞു കിടന്ന സ്ഥലത്താണ് ബിന്ദു എന്ന പ്രിയപ്പെട്ട സഹോദരി അവിടെ കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് വേദനയുളവാക്കുന്ന. ഞങ്ങളെല്ലാവരും ബിന്ദുവിന്റെ വീട്ടിൽ പോയതാണ്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ആ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഗവൺമെന്റ് സ്വീകരിച്ച മാതൃകാപരമായിട്ടുള്ള നടപടിയും നമ്മൾ കണ്ടു. കാരണം ഒരാളിന്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റത്തില്ല. പിന്നെ കുടുംബത്തിന് താങ്ങ് തണലുമായി സർക്കാർ നിൽക്കുക എന്നുള്ളതാണ്. LDF കൺവീനർ അഡ്വക്കേറ്റ് അശോക് കുമാർ ബോധമന അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു, CPM അയർക്കുന്നം ഏരിയ സെക്രട്ടറി PN ബിനു, CPI ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS ജയൻ, PM ജോസഫ്, ലോക്കൽ സെക്രട്ടറി KK അയ്യപ്പൻ, CPI ലോക്കൽ സെക്രട്ടറി സിറിയക് തോമസ്, ബോബി മാത്യു, പ്രദീപ് വലിയവർമ്മിൽ, OT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.